മായാവനത്തിലെ മത്സരം. പണ്ട് പണ്ട് മായാവനം എന്നു പേരുള്ള ഒരു വലിയ കാട്ടിൽ 4 സുഹൃത്തുക്കൾ ജീവിച്ചിരുന്നു. അവരായിരുന്നു രാജുപുലി, മിന്നുമുയൽ, മഹാരാജാവ് സിംഹം, ചന്ദ്രൻ കുരങ്ങൻ. എല്ലാവരും വളരെ വ്യത്യസ്തരായിരുന്നു. പക്ഷേ അവർ തമ്മിൽ നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു. രാജുപുലിക്ക് വളരെ ധൈര്യവും ശക്തിയുമുണ്ടായിരുന്നു. പക്ഷേ അവൻ അഹങ്കാരിയുമായിരുന്നു. എപ്പോഴും മറ്റുള്ളവരെ അവൻ കളിയാക്കും. മിന്നുമുയലോ വളരെ ചെറുതും ദുർബലയുമായിരുന്നെങ്കിലും അവൾ വളരെ ബുദ്ധിശാലിയും ദയയുമുള്ളവളായിരുന്നു. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായിരുന്നു. മഹാരാജാവ് സിംഹം വളരെ ശക്തനും നേതാവുമായിരുന്നു. പക്ഷേ അലസനായിരുന്നു. എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും. കുരങ്ങൻ ചന്ദ്രൻ വളരെ വേഗതയേറിയവനും ബുദ്ധിയുമുള്ളവനായിരുന്നു. പക്ഷേ അവൻ അസ്ഥിരത മനസ്കനായിരുന്നു. ഒരു കാര്യത്തിലും കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവന് കഴിയില്ല. അപ്പോഴാണ് വനത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായത്. മഴ പെയ്യുന്നില്ല, നദികൾ വറ്റുന്നു, മരങ്ങളുടെ ഇലകൾ കരിഞ്ഞു വീഴുന്നു. എല്ലാ മൃഗങ്ങളും വെള്ളത്തിനായി കഷ്ടപ്പെട്ടു തുടങ്ങി. ഒരു പ്രഭാതത്തിൽ 4 സുഹൃത്തുക്കളും ഒരുമിച്ച് കൂടിയപ്പോൾ എല്ലാവരും വളരെ ദാഹിച്ചിരുന്നു. നമുക്കെന്തെങ്കിലും ചെയ്യണം, മിന്നു പറഞ്ഞു. പ്രായമായ ആനക്കുട്ടിയുടെ അമ്മ ദാഹം കൊണ്ട് മരണത്തോട് പോരാടുകയാണ്. എൻ്റെ പ്രശ്നമല്ല, രാജു അഹങ്കാരത്തോടെ പറഞ്ഞു. ഞാൻ ശക്തനാണ്, എനിക്ക് വെള്ളം കണ്ടെത്താൻ കഴിയും. നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണം, മഹാരാജാവ് പറഞ്ഞു. പക്ഷേ അവൻ ഉടനെ ഉറങ്ങാൻ തുടങ്ങി. ഓ, എനിക്കൊരു ആശയമുണ്ട്. അല്ല, 2 ആശയം. അല്ല, ചന്ദ്രൻ പറഞ്ഞു. പക്ഷേ അവൻ ഒരു ചിത്രശലഭത്തെ കണ്ടിട്ട് അതിനെ പിന്തുടരാൻ പോയി. അപ്പോഴാണ് ജ്ഞാനിയായ ഒരു കാക്ക വരുന്നത്. വിദ്യാധരൻ എന്നായിരുന്നു ആ കാക്കയുടെ പേര്. അവൻ വളരെ പ്രായമുള്ളവനും ബുദ്ധിമാനുമായിരുന്നു. കുട്ടികളെ, ഞാനൊരു രഹസ്യം അറിയുന്നു. ഈ വനത്തിൻ്റെ ഹൃദയത്തിൽ ഒരു മാന്ത്രിക കിണറുണ്ട്. അതൊരിക്കലും വറ്റാറില്ല, എപ്പോഴും വെള്ളം നൽകും. പക്ഷേ അതിലേക്ക് പോകാനുള്ള വഴി വളരെ ദുഷ്കരമാണ്. എവിടെ എവിടെ എല്ലാവരും ചോദിച്ചു. കിണർ 3 വലിയ വെല്ലുവിളികളുടെ പിന്നിലാണ്, വിദ്യാധരൻ വിശദീകരിച്ചു. ആദ്യത്തേത് അഗാധമായ ഒരു നദി കടക്കണം. രണ്ടാമത്തേത് ഒരു ഉയരമുള്ള പർവ്വതത്തിൽ കയറണം. മൂന്നാമത്തേത് ഒരു ഇരുണ്ട ഗുഹയിലൂടെ കടന്നു പോകണം. പക്ഷേ ഓരോ വെല്ലുവിളിയും ഒരാൾക്ക് മാത്രം അതിജീവിക്കാൻ സാധിക്കൂ. എനിക്ക് എല്ലാ വെല്ലുവിളികളും അതിജീവിക്കാൻ കഴിയും, രാജു അഹങ്കാരത്തോടെ പറഞ്ഞു. ഇല്ല, അത് ശരിയല്ല, വിദ്യാധരൻ പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കൂ. ഞാൻ ആദ്യം പോകുന്നു, രാജു പറഞ്ഞു. എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ കഴിയും. മറ്റുള്ളവർ വിഷമിച്ചു. പക്ഷേ രാജു കേട്ടില്ല. അവൻ ഒറ്റയ്ക്ക് യാത്ര തുടങ്ങി. രാജു ആദ്യത്തെ വെല്ലുവിളിയിൽ എത്തി, അഗാധമായ നദി. അവൻ വളരെ ശക്തനായിരുന്നു, പക്ഷേ നീന്തുവാൻ അറിയില്ല. വെള്ളത്തിൽ ചാടിയതും മിടിമിടിക്കാൻ തുടങ്ങി. സഹായിക്കണേ, സഹായിക്കണേ, അവൻ കരഞ്ഞു. കുറച്ചു ദൂരെ നിന്നു മിന്നു ഇത് കേട്ടു. അവൾ വേഗത്തിൽ അവിടെ എത്തി. രാജു, പേടിക്കണ്ട, ഞാനൊരു വഴി കണ്ടെത്തി തരാം, മിന്നു പറഞ്ഞു. മിന്നു അവളുടെ ചെറിയ വലുപ്പവും ബുദ്ധിയും ഉപയോഗിച്ച് നദിയിൽ ചില പാറകൾ കണ്ടെത്തി. അവൾ ചാടി ചാടി ഒരു പാതയുണ്ടാക്കി. ഈ പാറകളിലൂടെ ചാടി കടന്നു പോകൂ, അവൾ രാജുവിനോട് പറഞ്ഞു. രാജു ലജ്ജിച്ചു. അവൻ എപ്പോഴും മിന്നുവിനെ ദുർബലയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അവളാണ് അവനെ രക്ഷിച്ചത്. മിന്നു, എന്നോട് ക്ഷമിക്കണം, രാജു പറഞ്ഞു. ഞാൻ നിന്നെ തെറ്റായാണ് വിലയിരുത്തിയത്. അങ്ങനെ അവർ 2 പേരും ചേർന്ന് രണ്ടാമത്തെ വെല്ലുവിളിയിൽ എത്തി. ഒരു വളരെ ഉയരമുള്ള പർവ്വതം. ചന്ദ്രൻ അപ്പോഴേക്കും അവരോട് ചേർന്നിരുന്നു. എന്താ ഉയരം, ചന്ദ്രൻ പറഞ്ഞു. എനിക്ക് ചാടാൻ കഴിയും, പക്ഷേ ഇത്ര ഉയരത്തിൽ ഒറ്റയ്ക്ക് കയറാൻ സാധിക്കില്ല. നമുക്ക് ഒന്നിച്ച് കയറാം, മിന്നു നിർദ്ദേശിച്ചു. ചന്ദ്രൻ തൻ്റെ കയറുവാനുള്ള കഴിവ് ഉപയോഗിച്ച് മുകളിൽ ചെന്ന് ഒരു വലിയ കയറെടുത്ത് താഴേക്കിട്ടു.
രാജു തൻ്റെ ശക്തി ഉപയോഗിച്ച് മിന്നുവിനെ പുറത്തു നടത്തി. മിന്നു തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഏറ്റവും സുരക്ഷിതമായ വഴി കണ്ടെത്തി. 3 പേരും ചേർന്ന് പർവ്വതത്തിൻ്റെ മുകളിലെത്തി. അവിടെ അവർ മഹാരാജാവിനെ കണ്ടു. അവനൊരു ഗുഹയുടെ മുന്നിൽ ഉറങ്ങുകയായിരുന്നു. മഹാരാജാവേ, എഴുന്നേൽക്കൂ, മിന്നു വിളിച്ചു. എന്താ? ഓ, നിങ്ങളാണോ? മഹാരാജാവ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു നിങ്ങൾ വരുമെന്ന്. ഗുഹയുടെ മുഖത്ത് വലിയ പാറയുണ്ടായിരുന്നു. അത് വളരെ ഭാരമുള്ളതായിരുന്നു. ഈ പാറ നീക്കണം, വിദ്യാധരൻ അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് 4 പേരുടെയും കൂട്ടായ ശ്രമം വേണം. മഹാരാജാവ് തൻ്റെ ശക്തി ഉപയോഗിച്ച് പാറയെ പിടിച്ചു. രാജു തൻ്റെ ശക്തിയും ചേർത്തു. ചന്ദ്രൻ തൻ്റെ വേഗതയും ചടുലതയും ഉപയോഗിച്ച് പാറയ്ക്ക് താഴെ കയറി നിന്ന് മുകളിലേക്ക് തള്ളി. മിന്നു തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പാറയുടെ സന്തുലനം കണ്ടെത്തി എവിടെ തള്ളണമെന്ന് പറഞ്ഞു. 4 പേരും ചേർന്ന് അധ്വാനിച്ചപ്പോൾ പാറ നീങ്ങി. ഗുഹയുടെ വാതിൽ തുറന്നു. ഗുഹയ്ക്കുള്ളിൽ വളരെ ഇരുട്ടായിരുന്നു. പക്ഷേ അവർ ഒന്നിച്ചു കയറി. മിന്നു മുന്നിൽ നടന്നു, കാരണം അവൾക്ക് ഇരുട്ടിലും നന്നായി കാണാൻ കഴിയും. ചന്ദ്രൻ അവളുടെ തോളിലിരുന്ന് വഴി കാണിച്ചു. രാജുവും മഹാരാജാവും പിന്നിൽ നടന്നു. ഗുഹയുടെ അവസാനത്തിൽ അവർ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. ഒരു വലിയ കിണർ. അതിൽ നിന്ന് ശുദ്ധമായ തണുത്ത വെള്ളം ഒഴുകുന്നു. പക്ഷേ കിണറിൻ്റെ അരികിൽ ഒരു പഴയ ഫലകമുണ്ടായിരുന്നു. അതിലെഴുതിയിരുന്നു, ഈ കിണറിൻ്റെ വെള്ളം എപ്പോഴും ഒഴുകും, പക്ഷേ നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്താൽ മാത്രം. ഒരാൾ അഹങ്കരിച്ചാലോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാലോ വെള്ളം ഉടനെ നിന്നുപോകും. 4 പേരും ഒരുമിച്ച് നിന്നു. രാജു മുന്നോട്ട് വന്നു പറഞ്ഞു, സുഹൃത്തുക്കളെ, എന്നോട് ക്ഷമിക്കൂ. അവൻ വിനയത്തോടെ പറഞ്ഞു, ഞാൻ എപ്പോഴും അഹങ്കാരിയായിരുന്നു. നിങ്ങളുടെ സഹായമില്ലാതെ എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ലായിരുന്നു. മഹാരാജാവ് പറഞ്ഞു, എന്നോടും ക്ഷമിക്കൂ. ഞാൻ വളരെ അലസനായിരുന്നു. ഞാൻ എപ്പോഴും മറ്റുള്ളവർ പ്രവർത്തിക്കുമെന്ന് കരുതി ഉറങ്ങുകയായിരുന്നു. ചന്ദ്രൻ പറഞ്ഞു, എന്നോടും ക്ഷമിക്കൂ. ഞാൻ എപ്പോഴും ഒരു കാര്യത്തിൽ കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പഠിച്ചു ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ പ്രാധാന്യം. മിന്നു പറഞ്ഞു, നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഒരാളും മറ്റൊരാളിൽ നിന്ന് കുറവല്ല. നമ്മുടെ വ്യത്യാസങ്ങൾ തന്നെയാണ് നമ്മെ ശക്തരാക്കുന്നത്. 4 പേരും ചേർന്ന് കിണറിൽ നിന്ന് വെള്ളമെടുത്ത് വനത്തിലേക്ക് മടങ്ങി. വനത്തിലെത്തിയപ്പോൾ അവർ എല്ലാ മൃഗങ്ങൾക്കും വെള്ളം പങ്കുവച്ചു. പ്രായമായ ആനയുടെ അമ്മയും രക്ഷപ്പെട്ടു. എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തു? മറ്റു മൃഗങ്ങൾ ചോദിച്ചു. ഞങ്ങൾ പഠിച്ചു ഒരുമിച്ച് പ്രവർത്തിക്കാൻ, മിന്നു പറഞ്ഞു. ഞങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തരുടെയും പ്രത്യേകതകൾ, രാജു പറഞ്ഞു. ഞങ്ങൾ പഠിച്ചു ഒരുമിച്ച് നിൽക്കാൻ, മഹാരാജാവും പറഞ്ഞു. ഞങ്ങൾ മനസ്സിലാക്കി സഹകരണത്തിൻ്റെ ശക്തി, ചന്ദ്രനും പറഞ്ഞു. വിദ്യാധരൻ അവരുടെ അടുത്തു വന്നു. അവൻ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. കുട്ടികളെ, നിങ്ങൾ വനത്തിലെ ഏറ്റവും വലിയ ഖജനാവ് കണ്ടെത്തി. ഖജനാവോ? എവിടെ? ചന്ദ്രൻ ചോദിച്ചു. നിങ്ങളുടെ സൗഹൃദം തന്നെയാണ് ഏറ്റവും വലിയ ഖജനാവ്, വിദ്യാധരൻ പറഞ്ഞു. വെള്ളം ഒരു ആവശ്യം മാത്രമായിരുന്നു. എന്നാൽ നിങ്ങൾ പഠിച്ച പാഠം ജീവിതകാലം മുഴുവൻ ഉപകരിക്കും. എന്ത് പാഠം? രാജു ചോദിച്ചു. അഹങ്കാരം നമ്മെ ദുർബലരാക്കുന്നു, വിനയം നമ്മെ ശക്തരാക്കുന്നു, വിദ്യാധരൻ പറഞ്ഞു. അലസതയാൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, അധ്വാനത്താൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു. അസ്ഥിരത ലക്ഷ്യങ്ങളെ അകറ്റുന്നു, ധൈര്യവും സ്ഥിരതയും വിജയം കൊണ്ടുവരുന്നു. ചെറുതാണെന്ന് കരുതുന്നത് തെറ്റാണ്. ഓരോരുത്തരുടെയും കഴിവുകൾ വിലപ്പെട്ടതാണ്. അന്നു മുതൽ 4 സുഹൃത്തുക്കൾ സമാധാനത്തോടെ ജീവിച്ചു. അവരുടെ വ്യത്യസ്ത കഴിവുകളും പങ്കുവച്ച് സൗഹൃദവും വിലമതിച്ചു. അവർ മനസ്സിലാക്കി, ഒന്നിച്ചു ചേർന്ന് അവർ വെല്ലുവിളിയും മറികടക്കാൻ കഴിയും. അവരുടെ സൗഹൃദം തന്നെ ഏറ്റവും മൂല്യമുള്ള ഖജനാവാണ് എന്ന്. കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.